കാത്തിരിക്കുന്ന ഒന്നാണ് ദൃശ്യം 3 ഇപ്പോൾ മോഹൻലാലിൻ്റെ ജന്മദിനമായ മെയ് 21 റിലീസ് ചെയ്യും. നമുക്കറിയാം ദൃശ്യം ആദ്യ ഭാഗം വലിയ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. രണ്ടാം ഭാഗം കൊറോണയൊക്കെ ആയിട്ട് വന്നതിനാൽ OTT വഴിയാണ് റിലീസ് ചെയ്തത്. രണ്ടാം ഭാഗവും വലിയ വിജയമാണ് നേടിയത്. രണ്ട് ഭാഗങ്ങളിലും മോഹൻലാൽ കുടുംബത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കഥാപാത്രം ജോർജ് കുട്ടി എന്ന കഥാപാത്രമായിട്ടാണ് അഭിനയിക്കുന്നത്. അറിയാതെ അവരുടെ വീട്ടിലേക്ക് എത്തപ്പെടുന്ന ഒരു അതിഥിയിൽ നിന്നുണ്ടാകുന്ന പല വിഷമഘട്ടങ്ങളെയും തരണം ചെയ്ത് അത് നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ സിനിമ വൻ വിജയമാണ് നേടിയത്. രണ്ടാം ഘട്ടത്തിലും അത് വലിയ വിജയമാണ് ഉണ്ടാക്കിയത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ആൻ്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. ഇതിൽ മോഹൻലാൽ, മീന, ആശാസ് ശരത്ത്, അൻസിബ, എസ്തർ അനിൽ, മുരളി ഗോപി അങ്ങനെ തുടങ്ങി കുറേയേറെ കഥാപാത്രങ്ങൾ അതിൽ വേഷമിടുന്നു. ഏതായാലും ഇതിൽ ആദ്യത്തെ 2 ഭാഗങ്ങളിലും തൻ്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ശത്രുക്കളെ നേരിട്ട് അറിയുന്ന വിധത്തിലാണ് മോഹൻലാൽ അതിൽ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നതിൽ, അതായത് ജോർജ് കുട്ടി എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ജിത്തു ജോസഫ് പറഞ്ഞ അനുസരിച്ച് ഇതിൽ അജ്ഞാതരായ ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണി അല്ലെങ്കിൽ ആ ഒരു ഭയം അത് ജോർജ് കുട്ടിയെ അലട്ടുന്നതാണ്. പ്രത്യേകിച്ച് മോഹൻലാലിന് വളരെ വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പല സിനിമകളും മോഹൻലാലിൻ്റെ ഭ്രമരമടക്കമുള്ള സിനിമകൾ കണ്ടു. അത്രയധികം ഭയപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ഭീകരമായി കരയേണ്ടി വരുന്ന തുടരും പോലുള്ള സിനിമകളിലൊക്കെ മോഹൻലാലിൻ്റെ അത്രയ്ക്ക് അഭിനയ സാധ്യതയുള്ള കഥാപാത്രം നമ്മൾ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ അജ്ഞാതരായ ശത്രുക്കളെ ഭയക്കുന്നൊരു മോഹൻലാൽ ആയിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതു തരത്തിലായിരിക്കും ഇത് പ്രേക്ഷകരെ സ്വാധീനിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും ഏറെ ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഈ 2 ചിത്രങ്ങൾ ദൃശ്യം 1ഉം ദൃശ്യം 2ഉം വലിയ രീതിയിൽ ആകാംക്ഷ ജനിപ്പിച്ച ചിത്രങ്ങളാണ്. കാരണം അതിൻ്റെ ഒരു തിരക്കഥ പോലും വളരെയധികം ശ്രദ്ധ ഉണ്ടായി എന്നുള്ളതാണ്. അതിപ്പോൾ ഹിന്ദിയിലേക്കുമൊക്കെ റീമേക്ക് ചെയ്യുന്നുണ്ട്. അജയ് ദേവ്ഗൺ അടക്കം ഹിന്ദിയിലൊക്കെ റീമേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു ചിത്രത്തിന് വേണ്ടി നമുക്ക് കുറച്ച് ദിവസം കൂടി കാത്തിരിക്കാം.